ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നിങ്ങൾ പുരുഷന്മാർക്ക് പലർക്കുമുള്ള ഒരു സംശയമാണ്, ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവളുടെ സ്വഭാവം എങ്ങനെയുള്ളതായിരിക്കണം, എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടെങ്കിലാണ് ലൈഫ് ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതിനൊക്കെ ഉള്ള ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരു പെൺകുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് വേണ്ട ഒരു 3 ക്വാളിറ്റീസ് ഉണ്ട്. ഈ 3 ലക്ഷണങ്ങളുള്ള ഒരു പെൺകുട്ടീനെയാണ് നിങ്ങൾ കണ്ടെത്തുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ ആ പെൺകുട്ടീനെ കൂട്ടാവുന്നതാണ്. ഈ 3 കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹോണസ്റ്റ് ആണ്, അതായത് സത്യസന്ധത. സത്യസന്ധത കാണിക്കുന്ന പെൺകുട്ടി. എന്ത് കാര്യവും നേരായ രീതിയിൽ ചെയ്യുന്ന പെൺകുട്ടികളുണ്ട്. ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. എന്നിരുന്നാൽ പോലും ചതി, വഞ്ചന ഇതൊന്നും അവരുടെ ഡിക്ഷണറിയിൽ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ക്ഷണിക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ ലൈഫ് എന്നും സന്തോഷകരമാക്കി മാറ്റാൻ വേണ്ട ഒരുപാട് സഹായിക്കും. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങളെ നേർവഴിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പെൺകുട്ടീനെയാണ് നിങ്ങൾ കണ്ടെത്തുന്നത് എങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്നും നല്ല ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ കാര്യം പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങളിപ്പോൾ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞ് ഹേർട്ടെങ്കിലും കമന്റ് ഇടാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. നിങ്ങളുടെ ഒരു കുഞ്ഞു കമൻറ്റും നമുക്കൊക്കെ വലിയ മോട്ടിവേഷനാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്, എന്തെങ്കിലും ഒരു കുഞ്ഞു കമൻറ്റ് ഇടണേന്ന്. ചിലരൊക്കെ വിചാരിക്കും ഈ കമൻറ്റിലൊക്കെ ഇത് എന്തിരിക്കുന്നു എന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മളൊരു കുഞ്ഞു കമൻറ്റ് കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ കമൻറ്റിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഇതുവരെ കമൻറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കുഞ്ഞു ഹേർട്ടെങ്കിലും എന്താ ഇപ്പം തന്നെ കമൻറ്റാക്കി ഇട്ടു. നമ്മുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, പോസിറ്റിവിറ്റിയാണ്. അതായത് എന്ത് കാര്യവും വളരെ പോസിറ്റീവായിട്ട് കണ്ടു ചെയ്യുന്ന പെൺകുട്ടികൾ. ചില പെൺകുട്ടികളുണ്ട്, അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം ആ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് എന്ന് ചിന്തിച്ച് നടക്കുന്നവർ. മറിച്ച് എന്ത് കാര്യവും അതിപ്പോൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികൾ. ഇങ്ങനെ ഉള്ള ഒരു പെൺകുട്ടിയെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടീനെ നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതയാത്രയിലേക്ക് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആകെ നെഗറ്റീവ് അടിച്ച് ഇങ്ങനെ ഡിപ്രഷനൊക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനൊക്കെ മറികടക്കാൻ വേണ്ടി നിങ്ങളെ അവൾ സഹായിക്കുന്നതാണ്. നിങ്ങളുടെ നെഗറ്റീവ് തോട്ടുകളും കാര്യങ്ങളൊക്കെ മാറ്റി നല്ല പോസിറ്റീവ് തോട്ടുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് നിങ്ങളുടെ ലൈഫിനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഒരു പെൺകുട്ടിക്ക് സാധിക്കും. അതുകൊണ്ട് എന്ത് കാര്യവും പോസിറ്റീവായിട്ട് കണ്ടറിഞ്ഞ് ചെയ്യുന്ന പെൺകുട്ടികളെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടുമുട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിയെ നിങ്ങൾ കൂടെ കൂട്ടാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, കോംപ്രമൈസ് ആണ്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള, അതായത് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ് ഈ കോംപ്രമൈസ് എന്ന് പറയുന്നത്, അല്ലേ? കുടുംബജീവിതം എന്ന് പറയുന്നത് കുറച്ചൊക്കെ സഹിച്ചും പുറത്തും ഒക്കെ ജീവിക്കേണ്ടതാണ്. നിങ്ങൾ തമ്മിൽ ഒരു വഴക്കിടുകയാണ്, നിങ്ങളാണ് വഴക്കിടാനുള്ള കാരണം ഉണ്ടാക്കിയത് എങ്കിൽ പോലും ആ ഒരു പെൺകുട്ടി വന്നിട്ട് സോറി പറയുകയും നിങ്ങൾ തമ്മിലുള്ള വഴക്ക് കോംപ്രമൈസ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഹാപ്പിയായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി അതൊരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം ആ ഒരു പെൺകുട്ടി എന്ത് കാര്യം ഉണ്ടെങ്കിലും വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാണ്. ഇങ്ങനെ എന്ത് കാര്യം കോംപ്രമൈസ് ഒക്കെ ചെയ്ത് വഴക്കും കാര്യങ്ങളും ഒന്നുമില്ലാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിരിക്കും. അതുകൊണ്ട് വഴക്കൊക്കെ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ ഉണ്ടായാലും പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്യുന്ന പെൺകുട്ടികളെ നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ഉറപ്പിച്ച് ആ ഒരു പെൺകുട്ടീനെ മാക്സിമം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിരിക്കും. അപ്പോൾ ഇനി പറഞ്ഞ 3 കാര്യങ്ങളും എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.
പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, റിലേഷൻഷിപ്പ് ഉള്ളവരും ഇനി റിലേഷൻഷിപ്പിലേക്ക് പോകാൻ നിൽക്കുന്നവരും, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.